ഹായ് ഡിയർ, നിങ്ങളെല്ലാവരും ഫുട്ബോൾ മാച്ചസ് കാണുന്ന ആളുകളായിരിക്കും അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് 2026 നമ്മുടെ വേൾഡ് കപ്പ് ഇവിടെ കഴിഞ്ഞു. സ്പെയിൻ ആയിരുന്നു വിന്നേഴ്സ് ആയിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഈ ഒരു മാച്ചിൽ നമ്മുടെ പ്ലെയേഴ്സ് അവരുടെ ഇഷ്ടത്തിനാണോ പ്ലേ ചെയ്യുന്നത്? അല്ല, അവർക്ക് എന്തുണ്ട്? റൂൾസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. ഇതൊക്കെ ഫോളോ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പ്ലേ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ 140 കോടിയിലധികം വരുന്ന ജനങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള റൂൾസ്, ഡ്യൂട്ടീസ്, റൈറ്റ്സ് ഇതെല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മുടെ റൂൾസും ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു വലിയ ബുക്കിനെയാണ് നമ്മൾ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഈ റൈറ്റ്സ് പ്രധാനമായും 6 എണ്ണമാണുള്ളത്. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഇത് മക്കളെല്ലാവരും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും നന്നായിട്ട് ഓർമ്മിച്ച് വെക്കണം. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ രണ്ടാമത്തെ റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ടു ഫ്രീഡത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇത് മക്കൾ മറന്നു പോവാതെ ഓർത്തിരിക്കുക. ഈ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സും വരുന്ന ഓണം എക്സാമിന് വരുന്നതാണ്. നമ്മുടെ ചാപ്റ്റർ 5 വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്.